ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഞാനൊരു കല്യാണത്തിന് പോവാണ്, ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് വാഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഐസ് ക്യൂബ് ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ഫേസിൽ നന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഐസ് ക്യൂബ് വെച്ച് കൊടുക്കരുത് എന്ന് ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്ലോത്തിൽ പൊതിഞ്ഞിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലതാണ്. പെട്ടെന്ന് എനിക്കൊരു കുരു നല്ല സമയത്ത് തന്നെ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തട്ടുമ്പോൾ ഭയങ്കര വേദനയാണ് കേട്ടോ. ഈ ഒരു ഐസ് മസാജ് നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ കണ്ണിനടിയിൽ ഒരു പഫ്നെസ് ഒക്കെ വരില്ലേ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് ഒരു സമയം ഒരു 7 മണി സമയമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താകുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്രസൻറ്റബിൾ ആയിട്ടുള്ളൊരു സംഭവം കിട്ടും നമുക്കത് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഞാൻ ലോറിയലിൻ്റെ ഒരു ക്രീമാണ് എടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടി ഭയങ്കരമായിട്ട് മോയ്സ്ചേർഡാക്കി വെക്കാതെ നന്നായിട്ട് സഹായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അടിപൊളി മണമാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ഇടാൻ പോണ ഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയും ഒന്ന് സെറ്റ് ചെയ്ത് വന്നു. പിന്നെ നമ്മുടെ ഡ്രസ്സ് വന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ്. ഇതൊരു ആലിയ കട്ടാണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് മേടിച്ചതാണ്. അത്യാവശ്യം നല്ലതാണ്, നല്ല റെഡാണ് കേട്ടോ. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു കളർ തന്നെയാണ്. എനിക്ക് എന്തായാലും ഇട്ടപ്പോൾ ഇഷ്ടമായി കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് റെഡാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒന്ന് കുറച്ച് വണ്ടറടിച്ചു. പക്ഷേ ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടെ നമ്മുടെ സെറം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഡെർമാക്കോൻ്റെ ഒരു സെറാണ് കേട്ടോ, നല്ലതാണ്. അത് ഞാൻ മൊത്തത്തിലൊന്ന് ഇട്ടിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതാണ് കേട്ടോ. ഇനി അതൊന്ന് സെറ്റ് ആവണം. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നേരം സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അത് സെറ്റാവുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഐബ്രോസിന് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു എന്താ പറയുക, ഐബ്രോ പെൻസിലാണ്. അത് വെച്ചിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ക്യാപ്പുള്ള ഭാഗത്തൊക്കെ ഫില്ല് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു മോയ്സ്ചറൈസർ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസർ അതെടുത്തിട്ട് എനിക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ് യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് അതും ഒന്ന് സെറ്റ് ആവാൻ വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ലിപ്പ് ലൈനർ എടുത്തിട്ട് ലിപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ. ഷെയ്ഡ് വരുന്നത് സ്വിസ് ബ്യൂട്ടി ബോൾഡ് മാറ്റ് ലിപ്പ് ലൈനർ. ഷെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ബ്രൗൺ ആണ് കേട്ടോ. ഭയങ്കര ബ്രൗൺ ആയിട്ടുള്ളൊരു ലിപ്പ് ലൈനറാണ്. നമുക്ക് ഏത് ഷെയ്ഡിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് അടിപൊളിയാവും കേട്ടോ. എനിക്കിത് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഡാർക്കാണ് കേട്ടോ അത്. അപ്പം മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഡാർക്കാണ്, നല്ലതാണ്. എനിക്കെന്തായാലും ഇഷ്ടമായി. എൻ്റെ സ്കിൻ ടോണിന് വേറെ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുമ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇത് ചേർന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ടൊന്ന് നമ്മുടെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എന്ത് മഴക്കാലമാണെങ്കിലും വേനൽക്കാലാണെങ്കിലും ഏത് കാലമാണെങ്കിലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കത് ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു അപാകത പോലെ. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഷെത്തിൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇത് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ. പക്ഷെ കുറച്ച് റേറ്റ് ഉണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ബോയ്സിന് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓയിലി ആവണുണ്ടെന്നോ വേർക്കണുണ്ടെന്നോ അങ്ങനത്തെ ഒരു പരാതി ഉണ്ടാവില്ല കേട്ടോ. നല്ലതാണ്. ഇതെനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. ഞാൻ റീപർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം കൂടെയാണ്. അത് കഴിഞ്ഞിട്ട് അത് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ അണ്ടർ ഐയിലും പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല ആ ഒരു ഭാഗത്തും ആയിട്ടാണ് കേട്ടോ എനിക്ക് കുറച്ച് ഡാർക്ക്നെസ് ഉള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്, ഈവൻ ആക്കണമല്ലോ, അത് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഓറഞ്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ നമ്മൾ കളർ കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ പെർഫെക്ഷൻ കിട്ടും കേട്ടോ. പക്ഷേ ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സോ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. പക്ഷെ എനിക്കവിടെ കുറച്ച് ഡാർക്ക്നെസ് ആയ കാരണം ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു പ്രൈമറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു പ്രൈമറാണ്. നല്ലതാണ് കേട്ടോ. ഒരു സിലിക്കൺ ബേസിലുള്ള പ്രൈമറാണ്.
അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ നമ്മുടെ നെറ്റിയിലും പിന്നെ നമ്മുടെ കവിളിൻ്റെ 2 ഭാഗത്തും മൂക്കിലും ഈ താടിയുടെ അവിടെയൊക്കെ ആയിട്ട് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഓയിലി ആ ഫീലിംഗ് ഇത് ഉണ്ടാവാറില്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും യൂസ് ചെയ്യാത്തതാണെങ്കിൽ എൻ്റെ ഫേസിൽ ഭയങ്കര ഓയിലാണ് കേട്ടോ. ഒരു ഭയങ്കര ഓയിലാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലാണ്. അപ്പോൾ എനിക്കൊരു ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ചില നേരത്തെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ അതൊന്ന് നമ്മൾ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കിന് നമ്മൾ അടുത്ത പരിപാടി ചെയ്യണം കേട്ടോ. നമ്മൾ എങ്ങോട്ടേലും പോകാൻ നിൽക്കുമ്പോൾ കുറച്ചധികം സമയത്തിന് മുന്നേ ഒരുങ്ങാൻ തുടങ്ങണം. ഇത് ഞാൻ ഭയങ്കര ധൃതിയിൽ ചെയ്യണം കേട്ടോ. എനിക്ക് പെട്ടെന്ന് പോകണമായിരുന്നു, എനിക്ക് ട്രെയിൻ മിസ്സാവുമായിരുന്നു അല്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഇതിനൊക്കെ വെയിറ്റ് ചെയ്ത് വെക്കണുള്ളൂ. പക്ഷേ കൂടുതൽ സമയം നമുക്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കൺസീലർ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലർ തന്നെയാണ്. ഇത് നല്ലതാണ് കേട്ടോ. ഇത് എൻ്റെ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ടാവും. നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ ഷെയ്ഡ്സ് ഞാൻ എല്ലാത്തിൻ്റെയും പറയാത്തത് ഞാൻ വിട്ടുപോയിട്ടോ, ഓർമ്മ മറന്നുപോയി. ഞാൻ ഇതിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണം, ഏതെങ്കിലും ഷെയ്ഡ് നിങ്ങൾക്കും സ്യൂട്ടാവും അല്ലെങ്കിൽ മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡ് ഏതാണെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. എന്നാലുള്ള നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരിക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറ. അപ്പോൾ നമ്മളത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ചെറുതായിട്ട്. ഇതെനിക്ക് ഭയങ്കര നല്ല രീതിയിൽ എന്നാൽ ഭയങ്കര ഓവറായിട്ടോ എന്നാൽ കുറച്ച് ഓവറായിട്ട് നിൽക്കാത്തൊരു ഷെയ്ഡാണ് കേട്ടോ. അതായത് ഇട്ടെന്നോ ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ല ചോദിച്ചാൽ ഇട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു രീതിയിലിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ സ്മോക്കി ലുക്ക് ചെയ്യാമെന്നാണ് ഓർത്തത്. ചെറുതായിട്ട്, ഭയങ്കരമായിട്ട് വേണ്ട, ചെറുതായിട്ട് ചെയ്യാമെന്നാണ് ഓർത്തത്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഇത് വലുതായി. കുറച്ച് എപ്പോഴും ചെയ്യണ പോലെ ഭയങ്കര സ്മോക്കി ആയിട്ടില്ല, എന്നാലും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ച് കൂടി. എന്നാലും കുഴപ്പമില്ല. ഇത് ഞാൻ സുഡിയോൻ്റെ ഒരു കാജലാണിത്. ഇത് നല്ല കാജലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് സ്മഡ്ജാവും, സ്മോക്കി ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാജൽ വെച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ മീതൊന്ന് എഴുതി കൊടുക്കുകയാണ്. പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പം നേരത്തെ ഞാൻ ബ്ലെൻഡ് ചെയ്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ആ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഒരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തില്ല, അതിൻ്റെ പകരം ഈ ബ്ലാക്ക് അല്ലാത്ത ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് അതിൻ്റെ മീതെ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പ് മാത്രം മതി കേട്ടോ. ശരിക്കും നേരത്തെ ഞാൻ ചെയ്ത പോലെ അതിൻ്റെ മീതെ കൂടെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഞാൻ എന്തോ ഓർമ്മയിലത് ചെയ്തു പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് വേറെ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ചെയ്യണത്. അതിനെ കൂടെ കുറച്ച് ലൈറ്റ് ബ്രൗൺ എടുത്തിട്ട് അതിൻ്റെ തൊട്ട് മേലായിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു സ്മോക്കി ഐ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 2 കണ്ണിലും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. എടുക്കുമ്പോൾ അത് കൂടുതൽ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഒന്നെങ്കിൽ ഊതി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈത്തണ്ട വെച്ച് തട്ടി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണിൻ്റെ ഉള്ളിലും എഴുതി കൊടുക്കുന്നുണ്ട്, താഴെ മേലൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഡാർക്കായിട്ട് ഇരിക്കണം. അപ്പോൾ മേളിൽ എഴുതി കൊടുത്തില്ലെങ്കിൽ എന്തോ ഒരു അപാകതയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മേളിൽ എഴുതി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പേടിയാണെങ്കിൽ എഴുതി കൊടുക്കുക. നല്ലത് ആവണമെങ്കിൽ കുറച്ച് സഫർ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഐലൈനർ എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മീതൊന്ന് എഴുതി കൊടുക്കുകയാണ്. അത് അറിയാതെ വേണം എഴുതി കൊടുക്കാൻ. അതായത് എഴുതിയോന്ന് ചോദിച്ചാൽ എഴുതിയില്ലെന്ന് ചോദിച്ചാൽ എഴുതിയില്ല, അങ്ങനത്തെ രീതിയിൽ വേണം എഴുതി കൊടുക്കാൻ. കണ്ണിൻ്റെ നമ്മുടെ ഈ ലാഷസിനോട് ചേർന്നിട്ട് വേണം എഴുതി കൊടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സാധനം മസ്കാര ഇടാണ്. ഇതിന് നമ്മുടെ കണ്ണിന് കുറച്ചുകൂടെ ഭംഗി തോന്നിപ്പിക്കാൻ നമ്മുടെ മസ്കാര ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബേസ് മേക്കപ്പ് വരണത്. ഞാൻ 2 ഫൗണ്ടേഷൻസ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ 1, 2, 3, 4 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണണമെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിലേതാണ് ഞാൻ യൂസ് ചെയ്ത ഷെയ്ഡ്,
ഏതാണ്, എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ്, എവിടെ നിന്നാണ് മേടിച്ചത്, എത്ര രൂപയാണ് എന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടും ഈ ഫൗണ്ടേഷൻസ് മിക്സ് ചെയ്താലാണ് കേട്ടോ എൻ്റെ ഒരു ഷെയ്ഡ് കിട്ടുക. ഒരു പൊടിക്ക് ഡാർക്കും ഒന്നൊരു പൊടിക്ക് ലൈറ്റുമാണ്. അപ്പോൾ എനിക്കതും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡ് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്പഞ്ച് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ്ട്. നല്ല സ്പഞ്ചാണ് കേട്ടോ, ലോക്കൽ സ്പഞ്ച് ഒന്നുമല്ല. നല്ലൊരു സ്പഞ്ചിനെ നോക്കി മേടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അത് വർക്കാവില്ല. ഇത് നല്ലൊരു സ്പഞ്ചാണ്. എന്നിട്ട് അത് ഞാൻ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സ്പഞ്ച് ഉണ്ടെങ്കിൽ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഓവർ ആയതൊക്കെ ഈ സ്പഞ്ച് വലിച്ചെടുത്തോളും. നമുക്ക് വേണ്ടത് മാത്രം അവിടെ വെച്ചോളും. നമ്മൾ നല്ലൊരു ഷെയ്ഡാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളത് എക്സസ് ആയിട്ടുള്ളതൊക്കെ ഈ സ്പഞ്ച് വലിച്ചെടുത്തോളൂ കേട്ടോ. ബാക്കി പണിയൊക്കെ സ്പഞ്ച് നോക്കിക്കോളും. നമ്മൾ നല്ലൊരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്താൽ മാത്രം മതി. അപ്പം ഞാൻ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഡോട്ടാക്കി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ രണ്ട് ഫൗണ്ടേഷനും മിക്സ് ചെയ്തതുകൊണ്ട് എനിക്കിത് ഓക്സിഡൈസ് ആവണമെന്നില്ല. ഒരു ഫൗണ്ടേഷൻ എനിക്ക് ഓക്സിഡൈസ് ആവണതാണ് കേട്ടോ. ഓക്സിഡൈസ് ആകുമ്പോഴാണ് ആ ഫൗണ്ടേഷൻ എനിക്ക് ഡാർക്ക് ആവണത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് അത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്ഷൻ കിട്ടുക. എനിക്കെന്തായാലും ഈ ഒരു ഫൗണ്ടേഷനും ബ്ലെൻഡറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, കഴുത്തിൽ ഞാൻ ഡോട്ടാക്കി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ലൈറ്റ് ഇട്ടില്ലല്ലോ എന്ന് ഓർക്കണത്. ഇതുവരെ ഞാൻ ലൈറ്റ് ഇല്ലാതെയായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്തിലും ഇതുപോലെ കഴുത്തിലും ഇതുപോലെ ഫൗണ്ടേഷൻ ഡോട്ടാക്കി ഇട്ടിട്ട് കഴുത്തിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രഷാണ് നമുക്ക് ഒന്നും കൂടെ സ്യൂട്ടാവണത്, ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പം, കഴുത്തൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ നമ്മൾ എന്ത് സാധനം ഇട്ടുണ്ടെങ്കിലും കഴുത്തിലും കൂടെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ബ്രഷ് കൊണ്ടും കൂടെ ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസിൽ. ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്താലാണ് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കൂടുതലായിട്ട് കിട്ടുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് NYBയുടെ സ്ട്രോപ്പ് ക്രീമാണ്. ഒന്ന് കല്യാണമൊക്കെയല്ലേ, അപ്പോൾ ഒന്ന് മുഖക്കൊന്ന് വെട്ടി തിളങ്ങട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോപ്പ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നെറ്റിയിലും പിന്നെ നമ്മുടെ ഈ ഒരു കവിളിൻ്റെ മുകളിൽ ഈ ഒരു എന്താ പറയുക, ഈ കുറച്ച് എല്ലുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഭാഗത്തും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ഫേസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. പക്ഷെ ആ ഓയിലിൻ്റെ അല്ലാതെ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഹൈലൈറ്റർ പോലെ അതിട്ടത്. അപ്പോൾ ഞാൻ ഹൈലൈറ്ററിൻ്റെ മീതക്കൂടെയും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെറ്റിംഗ് പൗഡർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്. എൻ്റെ അടുത്തുള്ള മിക്ക സാധനങ്ങളും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈറ്റ് കളർ പൊട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സെറ്റ് ചെയ്ത കാരണം നമ്മൾ ഹൈലൈറ്ററൊക്കെ ഇച്ചിരി പോയിട്ടുണ്ടാകും. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ സ്ട്രോപ്പ് ക്രീം എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇട്ട് കൊടുത്തില്ല, ആ ഭാഗങ്ങളിൽ തന്നെ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളങ്ങി നിൽക്കട്ടെ, അവിടെ മാത്രം എനിക്ക് ഒന്ന് തിളങ്ങി നിന്നാൽ മതി. ഞാൻ സെറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഞാൻ എണ്ണയിൽ കുളിച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഫേസ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേവറേറ്റ് പാർട്ടായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇത് മാസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ മേടിച്ചപ്പോൾ ഞാൻ ഓർത്തു ഉയ്യോ പൈസ പോയി, ഇതെനിക്ക് ചേരില്ല എന്ന്. പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു റെഡ് കളറാണ് കേട്ടോ. നിങ്ങൾ ഡസ്കി ടു ഡീപ്പ് സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്യൂട്ടാവും. ഇത് എനിക്ക് ഇട്ടിട്ട് ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു റെഡ് കളറായിട്ടാണ് തോന്നിയത്. അതൊരു മെറൂൺ കളറ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിട്ടിട്ട് നമ്മളെ ഫേസ് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യും. ഭയങ്കരമായിട്ട് നല്ല കുറച്ചും കൂടെ ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. എല്ലാ സ്കിൻ ടോണിനും ഇത് ചേരും കേട്ടോ. ഞാൻ മിക്ക ലിപ്സ്റ്റിക്സും എല്ലാ സ്കിൻ ടോണിനും ചേരും എന്ന് പറഞ്ഞ് പല റിവ്യൂസും കണ്ട് മേടിച്ച ലിപ്സ്റ്റിക് ഒന്നും എനിക്ക് ചേരാറില്ല. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് ട്രസ്റ്റ് മീ, ഈ ലിപ്സ്റ്റിക്ക് നമുക്ക് എല്ലാവർക്കും ചേരും. ഡീപ്പ് ആയിക്കോട്ടെ, മീഡിയം ആയിക്കോട്ടെ, ഫെയർ ആയിക്കോട്ടെ, എല്ലാവർക്കും ചേർന്ന് പോകുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഫെയിലായില്ലല്ലോ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. മുടി ഞാൻ ഇങ്ങനെയാണ് കെട്ടിയിട്ടുള്ളത്. ഒരു സിൽവർ ജുംക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ചെരുപ്പാണ് ഇടുന്നത്. ഒരു കുഞ്ഞ് ഹീലാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഇങ്ങനെ മാത്രമല്ല, ഒരു ഷോളും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഇതേ പ്രിൻ്റുള്ള പാൻസും പിന്നെ ഈ ഒരു ഷോളും ആണ്. കൊള്ളാം, ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഈ കാണിക്കണത്. ഇത് ഞാൻ തന്നെ അതായത് ഞാൻ തന്നെ വരച്ചിട്ടുള്ളതാണ്, ഫ്രെയിം ചെയ്ത് നമ്മളത്. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.